കുവൈറ്റിലേക്ക് കൂടുതലായ ആളുകൾ എത്തുന്നത് നേപ്പാളിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ കൂടുതലായി എത്തുന്നത്. ഒമാനിലും ബഹ്റൈനിലുമൊക്കെ സമാനമായ രീതിയിലുള്ള പ്രവാസികളാണ് കൂടുതലായും എത്തുന്നത്. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുവൈറ്റിലേക്ക് മലയാളികളാണ് കൂടുതലായി എത്തുന്നത്. സൗദി അറേബ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുവൈറ്റിൽ യാചനയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കുറവാണ്. സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ യാചകർക്ക് സൗദി അറേബ്യയിലേക്ക് എത്താൻ എളുപ്പമാണ്. ഇത് സൗദി അറേബ്യയിൽ യാചകരുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ പ്രവാസി സമൂഹത്തിൽ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചില രാജ്യങ്ങളിൽ ചില ദേശക്കാർക്കാണ് മുൻതൂക്കമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ മറ്റു ദേശക്കാരായിരിക്കും കൂടുതൽ. ഖത്തറിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസികൾ എത്തുന്നത് നേപ്പാൾ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നാണ്. നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുമാണ് ഇവർ പ്രധാനമായും ജോലി ചെയ്യുന്നത്. സൗദി അറേബ്യയിലും UAEയിലും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കാണ് മുൻഗണന. UAEയിൽ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്, തൊട്ടുപിന്നിൽ പാകിസ്ഥാനും. എന്നാൽ സൗദി അറേബ്യയിൽ ബംഗ്ലാദേശ് പ്രവാസികൾക്കാണ് എണ്ണത്തിൽ നേരിയ മുൻതൂക്കം. ഒമാനും ബഹ്റൈനും രാജ്യങ്ങളിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് കൂടുതലായി എത്തുന്നത്. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുവൈറ്റിൽ മലയാളികളാണ് കൂടുതലായി എത്തുന്നത്. കുവൈറ്റിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും മലയാളികളെ ആകർഷിക്കുന്നതാണ്. അടുത്തിടെ സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതിന് പ്രധാന കാരണം യാചനയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഇവർ പിടിക്കപ്പെട്ടു എന്നതാണ്. സൗദി അറേബ്യൻ അധികൃതർ പാകിസ്ഥാന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും യാചനയ്ക്കായി ആളുകളെ അയക്കുന്നത് തുടരുകയാണ്. സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ യാചകർക്ക് രാജ്യത്തേക്ക് എത്താൻ എളുപ്പമാണ്. ഇത് സൗദി അറേബ്യയിൽ യാചകരുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നതിനാലും നിയമപരമായി തെറ്റായതിനാലും സൗദി അറേബ്യൻ അധികൃതർ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. കുവൈറ്റിൽ യാചനയുമായി ബന്ധപ്പെട്ട കേസുകൾ താരതമ്യേന കുറവാണ്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, യാചനയെ ഒരു സാമൂഹിക വിപത്തായി കണ്ട് കർശന നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ പ്രധാന പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്നായി പാകിസ്ഥാൻ തുടരുന്നത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. സൗദി അറേബ്യയുടെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ യാചകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 വരെയുള്ള കണക്കുകളിൽ 7800-ലധികം പാകിസ്ഥാനികളാണ് ഭിക്ഷാടനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെട്ടത്. ഇതിൽ സൗദി അറേബ്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ 16 മാസത്തിനിടെ 5033 യാചകരെ നാടുകടത്തിയിട്ടുണ്ട് എന്നത് പ്രശ്നത്തിന്റെ തീവ്രത വെളിവാക്കുന്നുണ്ട്. ഇറാഖ്, മലേഷ്യ, ഒമാൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള നാടുകടത്തലുകളും ഈ കണക്കിൽ ഉൾപ്പെടുന്നതാണ്. പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഈ പ്രശ്നത്തെ ഗൗരവമായി കാണുന്നു എന്നതാണ് ശ്രദ്ധേയം. നാടുകടത്തപ്പെട്ടവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കാനും അവർക്കെതിരെ FIR ഫയൽ ചെയ്യാനും അടുത്ത 5 വർഷത്തേക്ക് വിദേശ യാത്രകളിൽ നിന്ന് വിലക്കാനും തീരുമാനിച്ചിരിക്കുന്നത് കാര്യമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഇത് പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ദുർബലപ്പെടുത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UAEയിലെ പാകിസ്ഥാൻ പ്രവാസികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നത് ഇത്തരം യാചന പ്രവണതകൾ തങ്ങളുടെ സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതേസമയം സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും ഹജ്ജ്, ഉംറ തീർത്ഥാടന വിസകൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനാലും ഗൾഫിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിലൊന്ന് പാകിസ്ഥാനികൾ ആയതിനാലും സൗദിയിലേക്കുള്ള കടന്നുകയറ്റം എളുപ്പമാക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീർത്ഥാടനത്തിന്റെ മറവിൽ യാചന നടത്താൻ സാധിക്കുന്നത് പലരെയും സൗദിയിലേക്ക് ആകർഷിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാനിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയാണ് ജനങ്ങളെ യാചന ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ മാർഗങ്ങളിലേക്ക് തള്ളിവിടുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിലെ സമ്പത്തും ദാനധർമ്മങ്ങൾ നൽകാനുള്ള ആളുകളുടെ സന്നദ്ധതയും യാചകർക്ക് ഒരു അവസരമായി തോന്നിയേക്കാം. യാചനയ്ക്കായി ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്ന സംഘടിത മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതാണ്. പലപ്പോഴും നിസ്സഹായരായവരെ ചൂഷണം ചെയ്ത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. സൗദി അറേബ്യ യാചനയെ ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. തീർത്ഥാടനത്തിന്റെ പുണ്യഭൂമിയായ സൗദിയിൽ യാചന പെരുകുന്നത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തുമെന്ന് സൗദി അധികൃതർ വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് തന്നെ ഈ ആശങ്ക പങ്കുവച്ചത് സൗദി അറേബ്യയുടെ നിലപാടിനെ സാധൂകരിക്കുന്ന കാര്യമാണ്.
ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ സൗദി അറേബ്യയുമായുള്ള നല്ല ബന്ധം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തടയുന്നത് പാകിസ്ഥാന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തും. യാചന ഒരു സാമൂഹിക പ്രശ്നമായി കണക്കാക്കി അതിനെതിരെ സ്വന്തം രാജ്യത്ത് നടപടി സ്വീകരിക്കാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാനും പാകിസ്ഥാൻ സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തം തോന്നിപ്പിക്കാൻ ഈ സമ്മർദ്ദം കാരണമായേക്കാം. അതേസമയം ഓരോ ഗൾഫ് രാജ്യവും വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രവാസികളുടെ വരവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ വലിയ നിർമ്മാണ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നത് കാരണം ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. ഇവിടെയാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള അവിദഗ്ധരും അർദ്ധ വിദഗ്ധരുമായ തൊഴിലാളികൾ പ്രധാനമായും എത്തുന്നത്. കൂടാതെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ തുടങ്ങിയ സേവന മേഖലകൾ UAEയിലും ഖത്തറിലും വളരെ ശക്തമാണ്. ഇവിടെ ഫിലിപ്പീൻസ്, ഇന്ത്യ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഉപഭോക്തൃ സേവനങ്ങളിൽ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കാറുമുണ്ട്. മറ്റൊരു കാര്യം, ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വലിയൊരു ഭാഗം പ്രവാസികളാണ് എന്നതാണ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമുള്ള നഴ്സുമാർ, ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവർക്ക് ഇവിടെ മികച്ച അവസരങ്ങളുണ്ട്. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് കുവൈറ്റിലും സൗദി അറേബ്യയിലും വലിയ ഡിമാൻഡാണുള്ളത്. അതുപോലെ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും യൂണിയനുകൾ രൂപീകരിക്കാനോ കൂട്ടായി വേതന വർധനവിനായി ശബ്ദം ഉയർത്താനോ ഉള്ള അവകാശം പലപ്പോഴും പരിമിതമാണ്.